നമ്മുടെ ഹൈന്ദവ വിശ്വാസങ്ങൾ പ്രകാരം മഹാലക്ഷ്മി ദേവിയുടെ അവതാരമാണ് തുളസി ദേവി എന്ന് പറയുന്നത്. ഒരു ഹൈന്ദവ ഗൃഹത്തിൽ മഹാലക്ഷ്മി സാന്നിധ്യം ഉറപ്പുവരുത്തണം എങ്കിൽ ആ വീട്ടിൽ നിർബന്ധമായും ഒരു തുളസി തൈ വീടിന്റെ തിരുമുറ്റത്ത് നട്ടു വളർത്തണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ കാരണവന്മാരൊക്കെ പറയുന്നത്, ഒരു വീടായി കഴിഞ്ഞാൽ ആ വീടിന് മുന്നിൽ ഒരു തുളസിത്തറ ഉണ്ടാകണം. ഒരു തുളസിത്തറ ഇല്ല എന്നുണ്ടെങ്കിൽ ആ വീട് പൂർണ്ണതയിൽ എത്തില്ല എന്ന് പറയുന്നത്. നമ്മളുടെ വീടിന്റെ മുന്നിൽ പ്രധാന വാതിലിന് അഭിമുഖമായി നമ്മൾ ഇറങ്ങി വരുന്ന സമയത്ത് നമ്മൾ കണി കാണുന്ന രീതിയിൽ ഒരു മൂട് തുളസിയെങ്കിലും നട്ടു വളർത്തണം എന്ന് പറയുന്നത്. സാക്ഷാൽ മഹാലക്ഷ്മി ദേവി അവതരിച്ചതാണ് തുളസി ദേവിയായിട്ട്. അപ്പൊ മഹാലക്ഷ്മി ദേവി നമ്മുടെ വീട്ടിൽ കുടികൊള്ളുന്നതിന് തുല്യമാണ് ഇത്തരത്തിൽ തുളസി വീടിന്റെ തിരുമുന്നിൽ വളർത്തുന്നത് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും നമ്മളുടെ വീട്ടിൽ തുളസി വളർത്തേണ്ടത് 3 ഭാഗങ്ങളിലാണ്. ഒന്ന് വീടിന്റെ മുൻഭാഗത്ത്, 2 വീടിന്റെ വടക്ക് ദിശയിൽ, 3 വീടിന്റെ വടക്ക് കിഴക്കേ മൂലയിൽ. ഈ 3 ഭാഗങ്ങളിൽ നിർബന്ധമായിട്ടും തുളസി വളർത്തണം. ഇനി നിങ്ങളുടെ വീട് വടക്ക് ദർശനമാണെന്നുണ്ടെങ്കിൽ വീടിന്റെ മുന്നിൽ ആവുന്നത്ര തുളസി തൈകൾ നട്ടു വളർത്തുക. അത് നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഐശ്വര്യം കൊണ്ടുവരുന്നതാണ്. തുളസിയെ പറ്റി പറയുമ്പം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തുളസി പൂത്തുലഞ്ഞു നിൽക്കുക എന്ന് പറയുന്നത്. ചില വീടുകളിലൊക്കെ നമുക്ക് ചെല്ലുമ്പോൾ കാണാൻ പറ്റും, വീടിന്റെ മുറ്റം നിറയെ ഇങ്ങനെ തുളസി തൈകൾ, മണൽ വാരിയിട്ട പോലെ തുളസി തൈകൾ പൊട്ടിമുളച്ച് പൂത്തുലഞ്ഞും തുളസി തൈകളുടെ ഒരു കൂട്ടം തന്നെ കാണാൻ പറ്റും. ഇതെല്ലാ വീടുകളിലും സംഭവിക്കുന്ന കാര്യമല്ല. ഇത് സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെയും മഹാലക്ഷ്മിയുടെയും അനുഗ്രഹമുള്ള ഈശ്വരാധീനമുള്ള വ്യക്തികൾ താമസിക്കുന്ന വീടുകളിൽ സംഭവിക്കുന്ന കാര്യമാണ്. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഇങ്ങനെ ഉണ്ടോ? അതായത് വീടിന്റെ മുൻവശത്തോ വീടിന്റെ വശങ്ങളിലോ ഒക്കെ തനിയെ തുളസി തൈകൾ പൊട്ടിമുളയ്ക്കുക, എന്നിട്ട് ഒരു കാട് പോലെ വളർന്നു നിൽക്കുക എന്ന് പറയുന്ന ഒരു പ്രതിഭാസം അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മഹാഭാഗ്യവാനാണ്. ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയുക. നമുക്ക് നോക്കാം എത്രത്തോളം ഭാഗ്യവാന്മാർ ഇവിടെ ഉണ്ട്, എത്രത്തോളം ഈശ്വരാധീനമുള്ളവർ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം. അപ്പൊ അത്തരത്തിൽ തുളസി പൊട്ടി മുളയ്ക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഭാഗ്യമാണ്, ഐശ്വര്യമാണ്. ഈ വീട്ടിൽ തുളസി പൂത്തുലഞ്ഞ് നിൽക്കുക, നമുക്ക് ഒരു മൂട് തുളസിയോ ഉള്ളെങ്കിലും ആ തുളസി പൂത്തുലഞ്ഞ് നിറയെ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുക എന്ന് പറയുന്നത് ആ വീടിനൊരു ഐശ്വര്യമാണ്. അങ്ങനെ തുളസി പൂവിട്ട് പൂത്തുലഞ്ഞ് വീട്ടിൽ നിൽപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഒരേ ഒരു കാര്യം നിങ്ങളൊന്ന് ചെയ്യണം കേട്ടോ. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ദുഃഖ ദുരിതങ്ങൾ പടിയിറങ്ങും. നിങ്ങളെ തേടി ഐശ്വര്യവും സമ്പത്തും ഉയർച്ചയും സർവ്വ വിജയവും വന്നു ചേരുന്നതായിരിക്കും. നിങ്ങളുടെ ജീവിതം എല്ലാം കൊണ്ടും രക്ഷപ്പെടും. എല്ലാ രീതിയിലുള്ള ഐശ്വര്യം നിങ്ങൾക്ക് വന്നു ചേരും. സാമ്പത്തികമായിട്ടായാലും കുഞ്ഞുങ്ങളുടെ ഉയർച്ചയായാലും വളർച്ചയായാലും എല്ലാം മംഗളമായി തീരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചെയ്യേണ്ട ഇത്ര മാത്രമാണ്, ഈ തുളസി പൂത്തുലഞ്ഞു നിൽക്കുന്ന വീടുകളിൽ തുളസിയുടെ ആ പൂക്കൾ ഒരു വാഴയില വെച്ചിട്ട്, കയ്യിൽ ഒരു വാഴയില വെച്ചുകൊണ്ട് ആ വാഴയിലയിലേക്ക് ആ തുളസി കതികൾ, ആ തുളസി പൂത്തു നിൽക്കുന്നത് ഇറുത്തിടുക. ഇറുത്തിട്ടതിന് ശേഷം വ്യാഴാഴ്ച ദിവസം, ഇത് ഇറുക്കേണ്ടതെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച നോക്കി വേണം ഇറുക്കേണ്ടത്. വ്യാഴാഴ്ച ഇറുത്തുകൊണ്ട് പോയി നിങ്ങളുടെ വീട്ടിൽ നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് മഹാവിഷ്ണു ചിത്രമോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രമോ ശ്രീരാമസ്വാമിയുടെ ചിത്രമോ വെച്ച് അതിന്റെ മുന്നിൽ ഒരു നെയ്വിളക്ക് തെളിയിച്ച് ആ നെയ്വിളക്കിന് മുന്നിൽ ഈ ഒരു തുളസി പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. തുളസി പൂക്കൾ സമർപ്പിച്ച് ഓം നമോ നാരായണായ എന്ന് 108 തവണ ആ നിലവിളക്കിന്റെ മുന്നിൽ നിന്ന് ജപിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ മനസ്സിൽ പറയുന്ന ഏത് ആഗ്രഹവും നിങ്ങൾക്ക് നടന്നു കിട്ടും. നെയ്വിളക്കും തുളസിക്കതിരും, വാഴയിലയിൽ തുളസിക്കതിരും വെച്ച് 108 തവണ ഓം നമോ നാരായണായ ജപിച്ച് പറഞ്ഞിട്ട് നിങ്ങൾ ഏത് ആഗ്രഹം നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിച്ചാലും അത് നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതായിരിക്കും. ഇത് വ്യാഴാഴ്ച ദിവസം വേണം ചെയ്യാനായിട്ട്. എല്ലാ മാസമോ അല്ലെ കൂടുതൽ തുളസി ഉള്ളവരാണെങ്കിൽ ആഴ്ച തോറുമോ അല്ലെ 2 ആഴ്ച തോറുമോ ഇത് ചെയ്യുക. നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും പൂവണിയും, നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കണം. ഒരിക്കലും സന്ധ്യ കഴിഞ്ഞ് തുളസിപ്പൂവ് എടുക്കാൻ പാടില്ല. സന്ധ്യയ്ക്ക് മുന്നേ തന്നെ എടുത്തു വെക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ തുളസിക്കതിൽ ഒരു കാരണവശാലും ഏകാദശി നാളിൽ ഇരിക്കരുത്. ഇപ്പൊ വ്യാഴാഴ്ച ഇത്തരത്തിൽ സമർപ്പിക്കണമെന്ന് പറഞ്ഞല്ലോ, അത് ഏകാദശി ദിവസമാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് തുളസിക്കതിൽ ഇരിക്കരുത്. മറ്റേ ആഴ്ചയിലേക്ക് മാറ്റി വെക്കാം. ഒരു തുളസി ചെടിയാണുള്ളവരെന്നുണ്ടെങ്കിൽ മാസം തോറും ഇത് ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും. കൂടുതൽ തുളസി ഉള്ളവര് ആഴ്ച തോറും ഇത്തരത്തിൽ വ്യാഴാഴ്ച തോറും നെയ്വിളക്ക് തെളിയിച്ച് മഹാവിഷ്ണു ഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ നിന്ന് തൊഴുത് ഒരു വാഴയിലയിൽ ഈ തുളസിക്കതിൽ പറിച്ച് ഇറുത്തിട്ട്, കൂടുതൽ ഇറുത്തുള്ളൂ, കുഴപ്പമില്ല, എത്രയും വേണമെങ്കിലും ഇറുത്തുള്ളൂ, അത് ഭഗവാനെ സമർപ്പിച്ച് തൊഴുത് നാരായണനാമം ചൊല്ലി പ്രാർത്ഥിക്കൂ. എല്ലാം മംഗളമായി കിട്ടും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇനി വീട്ടിൽ നിങ്ങൾക്ക് അതിനുള്ള സൗകര്യം ഇല്ല എന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ഈ തുളസി പൂക്കൾ പറിച്ചുകൊണ്ടുപോയി നിങ്ങളുടെ വീട്ടിനടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ വൈഷ്ണവാദി ക്ഷേത്രങ്ങളിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇത് സമർപ്പിക്കുക എന്നുള്ളതാണ്. ഒരു വാഴയിലയിലോ കൂടയിലോ കൊണ്ടുപോയി ഈ തുളസി പൂക്കൾ ഭഗവാന് സമർപ്പിക്കുക. ക്ഷേത്രത്തിൽ കൊണ്ടുപോയി തിരുമേനിയുടെ കൈ കൊടുത്ത് അർച്ചന നടത്തുക, അല്ലെ അവിടെ ഭഗവാന് സമർപ്പിക്കുക. അതുമല്ല എന്നുണ്ടെങ്കിൽ തുളസിമാല കെട്ടിക്കൊണ്ടുപോയി ഭഗവാന് 3 വ്യാഴാഴ്ച സമർപ്പിച്ച് നെയ്വിളക്കം തെളിയിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെയായാലും ഏറ്റവും നല്ലതാണ്. ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടാനായിട്ട് ഏറ്റവും നല്ല കാര്യമാണ് തുളസിമാല 3 വ്യാഴാഴ്ച ഭഗവാൻ മഹാവിഷ്ണുവിന്, ഭഗവാൻ ശ്രീകൃഷ്ണന് ഏത് അമ്പലമാണോ അടുത്തുള്ള വൈഷ്ണവാദി ക്ഷേത്രം അവിടെ കൊണ്ടുപോയി 3 വ്യാഴാഴ്ച തുളസിമാല കെട്ടിക്കൊണ്ടുപോയി. അത് മാസത്തിലെ 3 മാസമായിട്ട് വ്യാഴാഴ്ച തോറും കൊണ്ടുപോകാം. അതല്ല ആഴ്ച തോറും കെട്ടാൻ പറ്റുന്നവരാണെങ്കിൽ ആഴ്ച തോറും കെട്ടിക്കൊണ്ടുപോയാലും ഭഗവാൻ സമർപ്പിക്കാം. നിങ്ങൾ കെട്ടിക്കൊണ്ടുപോയി ഭഗവാനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഏത് സ്വപ്നവും നീ എത്ര വലുതാണെന്ന് പറഞ്ഞാലും ഭഗവാൻ അത് നടത്തി തരും. നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ വീട്ടിൽ ഒരുപാട് തുളസി തൈകൾ നട്ടു വളർത്താൻ ഞാൻ പറഞ്ഞ പോലെ വടക്ക് കിഴക്ക് കിഴക്ക് വീടിന്റെ മുൻഭാഗത്ത് ഒക്കെ നട്ടു വളർത്തിയിട്ട് അതിൽ നിന്ന് പൂക്കൾ ഇത്തരത്തിൽ മാല കെട്ടി സമർപ്പിച്ചു കഴിഞ്ഞാൽ ആഗ്രഹവും നടക്കുന്നതായിരിക്കും. അങ്ങനെ മാല കെട്ടി
സമർപ്പിക്കുന്ന ദിവസം നിങ്ങളുടെ പേരിൽ ഒരു നെയ്വിളക്കും കൂടെ അവിടെ തെളിയിക്കുക. നിങ്ങളുടെ പേരിലോ കുടുംബത്തിന്റെ പേരിലോ നെയ്വിളക്ക് തെളിയിച്ചുകൂടി പ്രാർത്ഥിക്കുക. ഏറ്റവും നന്നായിരിക്കും. വീട്ടിൽ തുളസി വളർത്തുന്ന എല്ലാവരും രാവിലെ ഒരു മൊന്ത ജലം തുളസിക്ക് അർപ്പിക്കുക. അങ്ങനെ തുളസിക്ക് അർപ്പിക്കുന്ന സമയത്ത് പ്രസീത തുളസി ദേവി, പ്രസീത ഹരിവല്ലഭേ, ക്ഷീരോദ മദനോത്തുതേ, തുളസീത്വ നമാമ്യഹം എന്ന് ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് 3 വലം വെച്ച് കൂടി പ്രാർത്ഥിച്ചാൽ ഏറ്റവും ഐശ്വര്യമായിരിക്കും. ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ വിജയമാകും. ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും. ജീവിതം എല്ലാം കൊണ്ടും ഐശ്വര്യപൂർണ്ണമാകുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു കാര്യം കൂടെ ചെയ്യാം. വീട്ടിൽ തുളസി പൂത്ത് നിൽക്കുന്ന എല്ലാവരും വീണ്ടും ഒരിക്കൽ കൂടി പറയുകയാണ്, തീർച്ചയായിട്ടും ചെയ്യണം. ഇത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണും. ജീവിതം നന്നായി വരുന്നതായിരിക്കും. ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം അവസാനിപ്പിക്കുകയാണ്.